ഇന്നത്തെ ഈ കുക്കർ ചിക്കൻ കറിയാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ചിക്കന്, പിന്നെ അതിൻ്റെ കൂടെ സവാള, ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പൊടികൾ എല്ലാം, തക്കാളി, കറിവേപ്പില, വെളിച്ചെണ്ണ ആവശ്യത്തിന്, പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ കുക്കർ വെച്ച് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുകിട്ട് പെരിഞ്ചീരകം ഇട്ട് പൊട്ടുമ്പോഴത്തേക്കും അതിലേക്ക് ഗ്രാമ്പൂ അതുപോലെയുള്ള മസാലയുടെ കൂട്ടിയിട്ട് കറിവേപ്പില ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച് അതിനകത്തേക്ക് നമ്മുടെ എടുത്ത് വെച്ചേക്കുന്ന സവാളയും ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളകും എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്താണ് പെട്ടെന്ന് വരണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം. അത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുത്ത് ചെയ്യണം. തക്കാളിയും കൂടെ ചേർക്കുന്നുണ്ട്. വഴറ്റി കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള പൊടികളെല്ലാം അതിൻ്റെ കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് വേവിച്ചെടുത്ത് അതിൻ്റെ കൂടെ ചിക്കൻ ഇട്ട് അതുമായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഓരോ പൊടികളെല്ലാം ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെയുള്ള പൊടികളെല്ലാം ഇതിലേക്ക് ഇനി അത് ചേർത്ത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർക്കുന്നത്. മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുന്നുണ്ട്. ചേർത്ത് അതെല്ലാം ഇളക്കി യോജിപ്പിച്ച് അത് ഇങ്ങനെ ഇതാക്കിയാലേ ശരിക്കും പെട്ടെന്ന് ആക്കില്ല. അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ച്